കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും പ്രീഷൂട്ട് ചെയ്ത് വെച്ചത് കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇന്ന് ആനപ്പുറത്തിരുന്നോട്ടെ അല്ലേ. ഇന്നത്തെ നമ്മുടെ സത്സംഗ കൃഷ്ണൻ ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണന് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് തവണ വില്ലുമംഗലം സ്വാമിയാരുടെ കഥ പറയാറുണ്ട് ഇല്ലേ. വില്ലുമംഗലം സ്വാമിയാരുടെ ഒരു കഥ തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത് കേട്ടോ. വില്ലുമംഗലം സ്വാമിയാരുടെ കഥ എന്ന് പറയുമ്പോൾ അതിലെ വില്ലുമംഗലം മാത്രമല്ല, കുറൂരമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഒരിക്കൽ കുറൂരില്ലത്തൊക്കെ വില്ലുമംഗലം സ്വാമിയാരെ പൂജയ്ക്കായിട്ട് ക്ഷണിച്ചു അത്രേ. അപ്പോൾ സ്വാമിയാർക്കാണെങ്കിലോ അന്ന് വേറെന്തോ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇപ്പം അങ്ങോട്ടൊന്നും അല്ല പോകേണ്ടത്, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാന്നാ വിചാരിക്കണേന്ന്. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കേട്ടോ. വരില്ലാന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കുറൂരില്ലത്താണെങ്കിലോ കുറൂരമ്മ എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുക കേട്ടോ സ്വാമിയാരുടെ പൂജയ്ക്കായിട്ട്. ആ സമയത്ത് സ്വാമിയാർ വിചാരിച്ചു ഞാനിപ്പം അങ്ങോട്ട് പോണില്ലാന്ന്. അപ്പോൾ സ്വാമിയാർക്ക് എങ്ങോട്ട് പോകണമെങ്കിലും മുമ്പിൽ ശംഖ് ഊതണം എന്ന് നിയമമുണ്ട്. സ്വാമിയന്മാർക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അത്രേ. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ശംഖിൽ നിന്ന് നാദം വരണില്ല. ഈ ശംഖൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ച് ഊതിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ്, ശംഖിൽ നിന്ന് ഒട്ടും നാദം വരണില്ല. ഈ നാദം കേൾക്കാണ്ട് എങ്ങനെയാ അദ്ദേഹം ഇറങ്ങുക? അപ്പോഴാ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. കണ്ണടച്ചാൽ മതി, ഉണ്ണികൃഷ്ണൻ അപ്പം മനസ്സിൽ തോന്നിപ്പിക്കും. അപ്പോഴാ അദ്ദേഹത്തിന് കണ്ണടച്ച് നോക്കിയപ്പോഴുണ്ട് ഒരു ഇല്ലത്തെ എല്ലാം തയ്യാറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരാൾ കാത്തിരിക്കുകയാണേ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ശരിയാണല്ലോ, ഞാൻ അങ്ങടല്ലേ പോകേണ്ടത് എന്ന്. അങ്ങനെ അദ്ദേഹം കുറൂരില്ലത്ത് വന്നിട്ട് കുറൂരമ്മ ഒരുക്കി വെച്ചതിന് പ്രകാരം പൂജ കഴിക്കാൻ ഇടയായി. ഈ പൂജയുടെ സമയത്ത്, പൂജ എല്ലാം കഴിഞ്ഞ സമയത്ത് അമ്മ, അന്നത്തെ കാലത്ത് വിധവകളായിട്ടുള്ള സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്കൊന്നും വരില്ല കേട്ടോ. അമ്മയുടെ ഒരു കൈ മാത്രമേ കാണുള്ളൂ പുറത്തേക്ക്. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, വാതിലിന്റെ മറയിൽ നിന്നുകൊണ്ടാണ് ചോദിക്കണത്. എനിക്ക് ഒരു ഉണ്ണിയെ ലാളിക്കാൻ അത്രയധികം ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. 16 വയസ്സുള്ള വിധവയായിട്ടുള്ള ആ ഒരു കുഞ്ഞു ഗൗരി അമ്മയാണ് ചോദിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഇത് കേട്ട സമയത്ത് വില്ലുമംഗലത്തിന് പാവം തോന്നി കേട്ടോ. ഇതിന് ഒരു പരിഹാരവും പറയാൻ സ്വാമിയാരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഉണ്ടായിരുന്നു. സ്വാമിയാര് പറഞ്ഞു, ഉണ്ണികൃഷ്ണനെ ഭജിച്ചോളൂന്ന്. ഉണ്ണികൃഷ്ണൻ ഉണ്ണിയായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഭക്തന്മാരുണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യാക്കാൻ ഉണ്ണികൃഷ്ണന് വലിയ ഉത്സാഹമാണ്. അപ്പോ വില്ലുമംഗലത്തിന്റെ വാക്ക് എന്തായാലും സത്യാക്കണ്ടേ. കുറൂരമ്മയ്ക്കാണെങ്കിലോ അന്ന് മുതൽ ഉണ്ണികൃഷ്ണനെ ഇഷ്ടം അതിനു മുമ്പേ ഉണ്ട് കേട്ടോ. തൻ്റെ സ്വന്തം മകനായിട്ട് കാണാൻ സ്വാമിയാര് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അന്ന് മുതൽ സ്വന്തം മകനായിട്ട് ഉണ്ണികൃഷ്ണനെ ലാളിച്ചു കേട്ടോ. വെറുതെ ലാളിക്കല്ല അത്രേ. ഇത്തവണയും കൂടി ആചാര്യൻ പറഞ്ഞു കേട്ടോ, ഉണ്ണികൃഷ്ണന് ഒരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുറൂരമ്മ. എന്ത് പേരാണ്? നമ്മുടെ കേരളീയ സമ്പ്രദായ പ്രകാരം ഈ കുട്ടികളെയൊക്കെ വിളിക്കും, ആൺകുട്ടികളെ പ്രത്യേകിച്ച് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓമന പേരുണ്ടല്ലോ, അത് ആദ്യമായിട്ട് കുറൂരമ്മ അത്രേ വിളിച്ചത്. കുട്ടൻ എന്നാണ് അത്രേ കുറൂരമ്മ നമ്മുടെ ഉണ്ണികൃഷ്ണനെ വിളിക്കാറ്. ഉണ്ണി കൃഷ്ണ എന്നല്ല, ഉണ്ണി കുട്ട ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ എല്ലാ സമയത്തും ഈ കുറൂരമ്മ ഉണ്ണികൃഷ്ണനെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ വില്ലുമംഗലം സ്വാമിയാരുടെ വേറൊരു കഥയുണ്ട് കേട്ടോ. സ്വാമിയാര് ഒരു ദിവസം വടക്കുന്നാഥന്റെ അമ്പലത്തിലേക്ക് പോയി. വടക്കുന്നാഥന്റെ അമ്പലത്തിൽ സ്വാമിയാർക്ക് ഏത് ക്ഷേത്രത്തിലെത്തിയാലും ആ ക്ഷേത്രത്തിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാൻ പെട്ടെന്ന് സാധിക്കും. ശ്രീലകത്ത് നോക്കുമ്പോൾ മഹാദേവനെ കാണാനില്ല. അദ്ദേഹം അങ്ങനെ പ്രദക്ഷിണായിട്ട് പുറത്തൊക്കെ വന്ന് എല്ലായിടത്തും നോക്കുന്ന സമയത്തുണ്ട് ആ തെക്കേ ഗോപുരവാതിലിന്റെ അവിടെ 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 കയറി ഇരിക്കുന്നുണ്ടോ ഈ മഹാദേവൻ. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എന്താ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചു ചെന്നിട്ട്. അപ്പോൾ മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കാർത്യായനി ഉണ്ടല്ലോ, ഈ ആറാട്ടെഴുന്നള്ളിപ്പിന് പോകുന്നത് കാണാൻ വന്നിരുന്നതാണ് എന്ന്. അതായത് ഇവിടെ കുമാരനെല്ലൂർ കാർത്യായനി ദേവി ഉണ്ടല്ലോ, ദേവിയുടെ ആറാട്ടിന് ഉള്ള എഴുന്നള്ളിപ്പ് കാണാനാണ് ആണത്രേ തെക്കേ ഗോപുരത്തിന്റെ അവിടെ അവിടെ കയറിയിരുന്നത് മഹാദേവൻ. ഇന്നും ആ കുമാരനെല്ലൂര് കാർത്യായനിയുടെ ആറാട്ടിന്റെ ദിവസം, അതായത് തൃക്കാർത്തിക ദിവസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
അന്നത്തെ ദിവസം വടക്കുന്നാഥന് തെക്ക് വശത്താണത്രേ ഒരു നേദ്യം പതിവുള്ളത്. പ്രഭാതത്തിലെ ഒരു നേദ്യം പതിവുള്ളത്. രാവിലെ സമയത്താണത്രേ കാർത്തികേയനി ദേവിയുടെ ആറാട്ടുള്ളതേ. അപ്പൊ അത് കാണാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് നേദ്യാവാം എന്ന് അന്ന് തൊട്ട് തീരുമാനമായതാണത്രേ. ഇന്നും ആ ഒരു ചടങ്ങ് അതുപോലെ തന്നെയാണത്രേ കൊണ്ട് നടത്തപ്പെടുന്നത്. അപ്പൊ ഇന്ന് അതാണ് കഥ. കുറൂർ അമ്മയുടെയും അതുപോലെ തന്നെ വില്ലുമംഗലം സ്വാമിയാരുടെയും ഒക്കെ കഥയാണ് ഇന്ന് നമ്മൾ അനുസ്മരിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ആദ്യമായിട്ട് പ്രഭാ സ്നേഹ എന്ന ഐഡിയിൽ നിന്നാണ് സവിത, എൻ്റെ മകന് ബിസിനസ് സംബന്ധമായിട്ട് കണ്ടെയ്നറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിനെന്താ പരിഹാരം എന്ന് പറയാമോ? പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഗുരുവായൂരപ്പനോട് വഴിപാട് എന്ത് വേണമെങ്കിലും നേരാം. ജോലി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും അഹസ് വഴിപാടാണ് നമ്മൾ നേരാറുള്ളത്. ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഭക്തജനങ്ങളുടെ ഇഷ്ടമാണ് എന്താ ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ടതെന്ന്. എന്ത് സമർപ്പിച്ചാലും ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിലേക്കാ നോക്കുക. ആ മനസ്സ് ശുദ്ധമാണെങ്കിൽ അതവിടെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ അതിനു വേണ്ട പരിഹാരങ്ങളെല്ലാം ഭഗവാൻ നേടി നടപ്പിലാക്കി തരികയും ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് അനില എന്ന ഭക്തയാണ്, അത് ഞാൻ ഷോർട്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങളത് കേട്ടോളൂ. അടുത്തതായിട്ട് ശ്രീജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, വിളക്ക് കത്തിക്കുമ്പോൾ പടുതിരി കത്തിയാൽ എന്താണ് ദോഷം? അതുപോലെ വിളക്ക് കത്തിക്കുമ്പോൾ തിരിയാണോ എണ്ണയാണോ ആദ്യം ഇടുക എന്നൊന്ന് പറയാമോ എന്ന്. എണ്ണ ഒഴിച്ചതിന് ശേഷം തിരി വീടണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. എണ്ണയാണ് ആദ്യം ഒഴിക്കേണ്ടതെന്നും എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് തിരി ഇടേണ്ടത് എന്നുമാണ് എൻ്റെ അറിവ്. പടുതിരി കത്താൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാക്സിമം പടുതിരി കത്താതിരിക്കാൻ ശ്രമിക്കൂ. പടുതിരി കത്തിയാൽ എന്താ ദോഷം എന്ന് ചോദിച്ചാൽ കുടുംബത്തിന് മൊത്തമാണ് അതിൻ്റെ ഒരു ഐശ്വര്യക്കേട് ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് രാവിലെ എണീക്കുമ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ആസ്മയുടെ ബുദ്ധിമുട്ട് കൂടി വരികയാണ്, എന്താ ചെയ്യാന്നാണ് ഗംഗാദേവി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പനെ കയറ് കൊണ്ടുവന്ന് സമർപ്പിക്കൂ. ശ്രീ ഗുരുവായൂരപ്പനെ കയറ് സമർപ്പിച്ചാൽ എല്ലാ തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മാറും എന്ന് തന്നെയാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അപ്പോൾ കയറുകൊണ്ട് തുലാഭാരം തൂക്കാം, അതല്ലെങ്കിൽ കയറ് കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ആൾരൂപം വഴിപാട് എടുത്തു വയ്ക്കുന്നിടത്ത് കയർ എടുത്തു വയ്ക്കാൻ സാധിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ കയർ എടുത്തു വയ്ക്കാനായാലും ചെയ്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഇൻഫിനിറ്റി ഒഫീഷ്യൽ എന്ന ഐഡിയിൽ നിന്നാണ്, എൻ്റെ മകനെ ആർമിയിൽ സ്ഥിരം ജോലിയാവാൻ ഞാൻ എന്താണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടത് എന്ന്. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അഹസാണ് സമർപ്പിക്കാറുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥിരമാവാൻ പ്രാർത്ഥിച്ചോളൂ. നാമം ജപിച്ചുകൊണ്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാൻ. വെറുതെ നമ്മളവിടെ പോയി ചെയ്തിട്ട് കാര്യമില്ല. നാമം ജപിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തോളൂ. ഗുരുവായൂരപ്പൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് ചേച്ചി, ഭഗവാൻ ഇഷ്ടമുള്ളവരെ എപ്പോഴും പരീക്ഷിക്കുകയാണോ അതോ ഭഗവാന് നമ്മളെ കാണുന്നില്ല എന്നാണ് അമൃത എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ആരാ പറഞ്ഞ അങ്ങനെ കാണുന്നില്ല എന്ന്? ഭഗവാൻ പരീക്ഷിക്കൂല, കാണാതിരിക്കൂല. ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇഷ്ടമുള്ള ആൾക്കാരെ എപ്പോഴും സംരക്ഷിക്കാനാണ് ഗുരുവായൂരപ്പൻ ശ്രമിക്കുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ തന്നെ കുഴപ്പം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരു പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് ആ പ്രശ്നം വരുന്നതെന്ന്. നിങ്ങൾ വൺസ് ആ പ്രശ്നത്തിൽ നിന്ന് വിട്ടു നിന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ശരി എന്താണ് തെറ്റെന്താണ്. എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളൊരു തേർഡ് പേഴ്സൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. എന്നാൽ നമ്മളിൽ തന്നെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ ശരിക്കും ഒരു അട്ടർ ഫ്ലോപ്പാണ്, ഒരു പരാജയമാണ് തോന്നും. അതുപോലെ ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടുകയാണ് തോന്നും. ഗുരുവായൂരപ്പൻ നമ്മളെ കേൾക്കുന്നില്ല തോന്നും. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യം എന്താണെന്നറിയോ, ഉണ്ണികൃഷ്ണനെ വിളിച്ചാൽ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഉണ്ണികൃഷ്ണനോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാ കൃഷ്ണ ഭഗവാന് ഇത്രയും ക്ഷമ കിട്ടണേന്ന്. ഞാനിപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഓരോ വീഡിയോ ഒക്കെ കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും കോള് വരികയാണ്. ഒരു ദിവസം ഒരു 3-4 കോളൊക്കെ ഞാൻ എടുക്കും കേട്ടോ. പിന്നെയുള്ള കോളുകളൊക്കെ വന്നാലോ ഞാൻ പറയും എനിക്ക് വയ്യ എനിക്ക് കോൾ എടുക്കാൻ, എനിക്ക് വയ്യ ഇനി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ എന്ന് കരുതിയിട്ട് ആ കോള് മാറ്റി വയ്ക്കാറുണ്ട്.
അപ്പൊ ഞാൻ എപ്പോഴും ഉണ്ണികൃഷ്ണനോട് ചോദിക്കും, ഉണ്ണികൃഷ്ണ എങ്ങനെയല്ലേ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ കോൾ അറ്റൻഡ് ചെയ്യണ പോലെ അറ്റൻഡ് ചെയ്യാൻ, ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ ഉണ്ണികൃഷ്ണൻ ഒരിക്കലും ഒരാളോട് പോലും ഞാൻ നിന്നെ കേൾക്കുന്നില്ല എന്ന ഭാവം സ്വീകരിക്കില്ല. 100% വിശ്വസിക്കാം. ഒരു നാമം ചൊല്ലിയാൽ അത് ഓരോ നാമവും പാഴായി പോവാതെ തന്നെ ഇരിക്കും. നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും ഒരു നാമം ചൊല്ലിയാലും ഗുരുവായൂരപ്പൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഗുരുവായൂരപ്പൻ ഒരിക്കലും നോ പറയില്ല. നോ പറയാൻ അറിയില്ല നമ്മുടെ ഉണ്ണികൃഷ്ണന്. ഗുരുവായൂരപ്പൻ ഒരിക്കലും ദേഷ്യപ്പെടാൻ അറിയേയില്ല. അദ്ദേഹം നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനാണ്. ഇത് പരീക്ഷണവുമല്ല, ഇതൊരു പിൻവാങ്ങലുമല്ല. ഇത് അങ്ങനെയൊന്നും എടുക്കരുത്. ഇപ്പോൾ അമൃത കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ അമൃതയുടെ ഭാഗത്ത് നിന്ന് എന്താ തെറ്റ് വന്നത് എന്ന് അറിയണമെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ചിന്തിച്ചാൽ ആ ഒരു ഡിസിഷൻ ശരിയായില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വന്നത്. അതൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം. അങ്ങനെ ഒന്ന് വിചാരിച്ച് നോക്കൂ. ഇനി ഒട്ടും പരിഹാരം കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഗുരുവായൂരപ്പനോട് തന്നെ പോയി ചോദിക്കൂ, എന്താ ഞാൻ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ചെയ്യേണ്ടത്? ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തരൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്തിലൂടെ ചോദിക്കാം, വാക്കുകളിലൂടെ ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അവലംബിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് പേരറിയാത്ത ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, സവിത നാലമ്പലത്തിനകത്ത് മുഖമണ്ഡപത്തിൽ ഉരുളിയിലിടുന്ന പൈസ മേൽശാന്തിക്കുള്ളതാണോ അതോ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണോ? മേൽശാന്തിക്കുള്ളതല്ല കേട്ടോ. മേൽശാന്തിക്ക് അവിടെ വെക്കുന്ന നാലമ്പലത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിന്റെ അവിടെയാണെങ്കിലും സോപാനത്തിന്റെ അവിടെയാണെങ്കിലും എവിടെ വെക്കുന്നതും മേൽശാന്തിക്കുള്ള പണമല്ല, അത് ദേവസ്വത്തിലേക്കുള്ള പണമാണ്. അത് ഉരുളിയിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും ഭണ്ഡാരത്തിലാണ് കൊണ്ടുപോയി നിക്ഷേപിക്കാറുള്ളത്. ഒന്നിച്ച് ഭണ്ഡാരം വരവ് കണക്കാക്കുമ്പോൾ അതിലേക്കാണത് പോകാറുള്ളത്. മേൽശാന്തിക്ക് ദക്ഷിണ നൽകണം എന്നുണ്ടെങ്കിൽ ആ ഗണപതി ക്ഷേത്രത്തിന്റെ പുറകുവശത്തായിട്ട് മേൽശാന്തി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് ദക്ഷിണ വെച്ച് നമസ്കരിക്കാം. അതല്ലെങ്കിൽ മേൽശാന്തി മുറിയിൽ പോയാൽ മേൽശാന്തിയെ കാണാൻ സമയം അനുവദിച്ചു തരും നമുക്ക്. ആ സമയത്ത് അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് ദക്ഷിണ വെച്ച് നമസ്കരിക്കാം. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അവകാശം. ഇതെല്ലാം ദേവസ്വത്തിന്റെ അവകാശമാണ്, ദേവസ്വത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. തെറ്റായി ധരിക്കരുതേ. ശിവശ്രീ ഓക്കെ, ശിവശ്രീജിത്ത് എന്നാണോ എന്നറിയില്ല, എനിക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും സവിത ഒരുപാട് നാളായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഗുരുവായൂരിൽ വന്ന് ഭഗവാനെ തൊഴാൻ അനുഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുമൂലമാണോ? ഏറ്റവും നല്ല സമയത്ത് ഭഗവാൻ എന്നെ അവിടെ എത്തിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാലും ഒരു വിഷമം, അതാണ് ചോദിച്ചത്. എന്തിനാ വിഷമിക്കണേ? ശ്രീ ഗുരുവായൂരപ്പൻ എന്താ പറയുക, ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുള്ളത് ഗോപികമാരെയാണ്. ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഗോപികമാരുടെ അടുത്താണ്. അപ്പൊ ഗോപികമാരെ വിട്ടിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോയില്ലേ ഒരു ദിവസം? അപ്പോൾ അവരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയിൽ അവരുടെ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടായതുകൊണ്ടാണോ? ഒന്നും അല്ലാന്നേ. ഒരു എന്താ പറയാ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് മെയിൻറ്റെയിൻ ചെയ്തത് ഭഗവാൻ അവിടെ. അപ്പോൾ ഇവിടെ വന്ന് തൊഴണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമല്ലേ, അത് പറഞ്ഞ് എന്തായാലും പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ശ്രീ ഗുരുവായൂരപ്പനെ ഇവിടെ കൊണ്ടുവരാൻ കൃത്യമായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവവും തന്നിട്ടേ ഗുരുവായൂരപ്പൻ ഇവിടുന്ന് പറഞ്ഞേക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ കാത്തിരിക്കുന്നവരുടെയൊക്കെ അനുഭവം അതാണ്. അവരുടെ മനസ്സ് നിറയാൻ പാകത്തിനൊരു അനുഗ്രഹം കൊടുത്തേ അവരെ ഇവിടെ നിന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞയക്കാറുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കൂ. നെഗറ്റീവായിട്ട് ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. നോക്കൂ, നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു കുറവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരി തെറ്റുകളില്ല ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹിച്ചോളൂ ഉണ്ണിയെ, ഉടൻ തന്നെ ഇങ്ങോട്ട് വരാൻ സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.